നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ച് രാഷ്ട്രീയമായി പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നാട്ടിൽ സർവ്വസാധാരണമാണ്. അത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് കീഴിൽ രാജ്യം ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഒപ്പം നിൽക്കുന്നവരും തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന തർക്കങ്ങൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയില്ല. എങ്കിലും ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രിയെക്കുറിച്ച് ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ശ്രീ മോദിജിയുടെ പാർട്ടിയിൽ തന്നെ പെട്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സഹയാത്രികനായ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന വ്യക്തി. ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി മോദിജിയെക്കുറിച്ച് സാധാരണ നിലയിൽ മറ്റാരെക്കുറിച്ചാണെങ്കിലും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുള്ള ഉണ്ടാക്കിയേക്കാവുന്ന ആരോപണങ്ങളാണ്, ലൈംഗികാരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്കോ ഉള്ളുകളികളിലേക്കോ കടക്കുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. അതേസമയത്ത് ഈ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്ക് പിന്നിലും നാം പറഞ്ഞു കേൾക്കാറുള്ള അല്ലെങ്കിൽ ഉയർന്നു കേൾക്കാറുള്ള ഒരു പേരാണ് രാമായണത്തിലെ ശ്രീരാമൻ്റേത്. അതായത് അയോധ്യയിൽ ശ്രീരാമന് ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നതിൽ നിന്ന് തുടങ്ങി അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു മുസ്ലിം മസ്ജിദ് തകർത്ത് അവിടെ രാമന്റെ ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്നതിൽ ആരംഭിച്ച രാഷ്ട്രീയം ഇന്ന് 10 വർഷത്തിലധികം കടന്നു. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം പറഞ്ഞു കേൾക്കുന്നത് രാമരാജ്യം സ്ഥാപിക്കുക എന്നാണെന്നും പറഞ്ഞു കേൾക്കുന്നു. അതായത് രാമന്റെ രാജ്യമാണ് ഇവിടെ സ്ഥാപിതമാകാൻ പോകുന്നത് എന്നർത്ഥം. അതിനു വേണ്ടിയുള്ളതാണ് ഈ പരിശ്രമങ്ങളെല്ലാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ന് പരമോന്നത പദവി വഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ സഹയാത്രികനായ ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി അതീവ ഗുരുതരമായ തരത്തിലുള്ള ഒരു ലൈംഗികാരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഈ കാരണം കൊണ്ട് തന്നെ ശ്രീരാമന്റെ അനുയായികളെന്ന് അവകാശപ്പെട്ട്, ശ്രീരാമന്റെ ആദർശങ്ങൾ നടപ്പിലാക്കുന്നവരെന്ന് അവകാശപ്പെട്ട് ശ്രീരാമന്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് ഒരു രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ സ്വാഭാവികമായും ഇവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇവർ ആദർശ പുരുഷനായി കാണുന്ന കൊണ്ടു നടക്കുന്ന ശ്രീരാമന്റെ ഇത്തരമൊരു സന്ദർഭത്തിൽ അനുവർത്തിച്ച നയം എന്താണ്, അദ്ദേഹത്തിനെതിരെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഉണ്ടായ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്താണ് ചെയ്തത്, അദ്ദേഹം കാണിച്ച രാജ്നീതി എന്തായിരുന്നു എന്ന് ചെറിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് ഇവിടെ. രാമായണത്തിലെ 6 കാണ്ഡങ്ങൾക്ക് ശേഷം 7ാമത്തെയും അവസാനത്തെയുമായ ഉത്തരകാണ്ഡത്തിൽ, ഉത്തര രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ, രാമഭക്തനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേർക്ക് ഉയർന്ന ആരോപണം, ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീരാമന്റെ പട്ടമഹിഷിയായിരുന്ന സീതാദേവിയെക്കുറിച്ച് ഉയർന്ന ഒരു ആരോപണം, യഥാർത്ഥത്തിൽ അതൊരു ആരോപണം പോലും അല്ലായിരുന്നു, അതൊരു ചെറിയ പരോക്ഷമായ പരാമർശമായിരുന്നു. എങ്കിലും രാമന്റെ ചെവിയിൽ അത് എത്തിയപ്പോൾ അതിനനുസരിച്ച് രാമൻ എടുത്ത, രാജാവ് എന്ന നിലയ്ക്ക് രാമൻ കൈക്കൊണ്ട നിലപാടുകൾ, നടപടികൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വന്ന ഈ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹം ഇനി എടുക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും എന്ന ഒരു താരതമ്യമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. രാമകഥയിൽ ലങ്കാ ദഹനത്തിന് ശേഷം, രാവണ വധത്തിന് ശേഷം രാവണന്റെ കോട്ടയിൽ തടവിലാക്കപ്പെട്ടിരുന്ന സീതാദേവിയെ, അവരുടെ പാതിവ്രത്യത്തെ പുറം ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം, ശ്രീരാമനെ സംബന്ധിച്ചോളം അദ്ദേഹം സീതയുടെ പാതിവ്രത്യത്തെക്കുറിച്ച് സംശയം ഏതുമില്ലാത്ത, അദ്ദേഹം ത്രികാലജ്ഞാനിയായ ഭഗവത് ഗുണങ്ങളുള്ള വ്യക്തിയുമായിരുന്നല്ലോ. അതുകൊണ്ട് സീതയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായ സംശയങ്ങൾ ഏതും ഉണ്ടായിരുന്നില്ല. എങ്കിലും പൊതുജനത്തിന് മധ്യത്തിലേക്ക് രാജാവ് എന്ന നിലക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പട്ടമഹിഷിക്ക് കളങ്കമുണ്ടാവരുത്, അവർ പതിവ്രതയായിരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തിന്റെ പേരിൽ അഗ്നി പരീക്ഷയ്ക്ക് വിധേയമാക്കുകയുണ്ടായി ലങ്കാദഹനത്തിന് ശേഷം സീതാദേവിയെ. അതിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അഗ്നിദേവൻ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ പാതിവ്രത്യത്തിനും അവരുടെ പരിശുദ്ധിക്കും അത് വലിയ തെളിവായി ലോകത്തിന് അത് ബോധ്യമാവുകയും ചെയ്തു. രാമന് ബോധ്യമാകേണ്ട കാര്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നേരത്തെ തന്നെ അത് ബോധ്യമായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് വളരെ സന്തോഷകരമായ
ക്ഷേമകരമായ ഒരു രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കെ വർഷങ്ങൾക്ക് ശേഷം സീതാദേവി ലവനെയും കുശനെയും ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് രാജ്യത്ത് ഒരു സംഭാഷണം കേട്ടതായി രാജകിങ്കരന്മാർ മുഖേന ശ്രീരാമദേവൻ മനസ്സിലാക്കുന്നത്. അതായത് നാട്ടിലെ ഒരു ധോബി, ഒരു അലക്കുകാരൻ തൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞൊരു പരാമർശം. ആ അലക്കുകാരൻ പറഞ്ഞത്, ഞാൻ ശ്രീരാമനൊന്നുമല്ല, അന്യ വീട്ടിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ എന്നാണ് അയാൾ പറഞ്ഞത് എത്രേ എന്നാണ് ഉത്തരരാമായണത്തിലെ പരാമർശം. അതായത് സീതാദേവി പതിവ്രതയല്ലെന്നോ അവർ കളങ്കിതയാണെന്നോ ധോബി പറഞ്ഞിട്ടില്ല. തൻ്റെ ഭാര്യ സമാനമായ ഒരു സാഹചര്യത്തിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാൻ രാമനൊന്നുമല്ലല്ലോ എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞതത്രേ. അതാണ് കഥയിലെ സാരാംശം. ഏതായാലും ഈ വാർത്ത ശ്രീരാമന്റെ കർണപുടങ്ങളിലും എത്തിച്ചേർന്നു. അദ്ദേഹം അത് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പുറന്തള്ളുകയല്ല ചെയ്തത്. കാരണം അദ്ദേഹം രാജനീതി പാലിക്കാൻ ബാധ്യസ്ഥനായ രാജാവായിരുന്നു. ദൈവതുല്യനായ അവതാര പുരുഷനായിരുന്നിട്ടും രാജാവായിരുന്നു. രാജാവ് എന്നാൽ പ്രജകളുടെ ക്ഷേമം, പ്രജാക്ഷേമ തൽപരൻ എന്നുകൂടിയാണല്ലോ അർത്ഥം. അതുകൊണ്ട് രാജാവിന് ബോധ്യമുള്ള കാര്യമായതുകൊണ്ട് മാത്രമല്ല, പ്രജകൾക്ക് കൂടെ ബോധ്യം വരണം. രാജാവിന് ബോധ്യമുള്ള കാര്യം, രാജാവ് ചെയ്യുന്ന കർമ്മങ്ങൾ പ്രജകളെ കൂടി ബോധ്യപ്പെടുത്തണം എന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം സീതയെ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ കാട്ടിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ്. ഇതാണ് ഉത്തരരാമായണത്തിലെ കഥയുടെ സാരാംശം. ഇവിടെയും സീതാദേവിയുടെ പാതിവ്രത്യത്തിൽ, ചാരിത്രശുദ്ധിയിൽ രാമനുണ്ടായ സംശയമല്ല ഈ നടപടിക്ക് കാരണം. രാജ്യത്തെ ഒരു ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പ്രജയുടെ സന്ദേഹം ദൂരീകരിക്കുക, അങ്ങനെ രാജധർമ്മത്തിന്, രാജനീതിക്ക്, അതിനെ നിലനിർത്താനുള്ള സംരംഭത്തിന് ആക്കം കൂട്ടുക എന്നുള്ളതായിരുന്നു അദ്ദേഹം സീതാദേവിയെ കാട്ടിലയക്കാൻ എടുത്ത തീരുമാനത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. ഈ വസ്തുതയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മഹാത്മജിയെ, രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ രാമനോട് ഇത്രയേറെ അടുപ്പിച്ചത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മര്യാദ പുരുഷോത്തമൻ, മര്യാദ രാമൻ എന്നെല്ലാമുള്ള പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഈ അടുത്ത കാലത്തൊഴികെ. ഈ അടുത്ത കാലത്തും അതിന് കോട്ടമൊന്നും വന്നിട്ടില്ല. പക്ഷേ രാമരാമ പാഹിമ എന്ന നാമജപത്തിനു പകരം ജയ് ശ്രീറാം എന്ന ആക്രോശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം പോലെയോ ഒരു മരണ വെല്ലുവിളി പോലെയോ ഉയർന്നു കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള കാലത്താണ് രാമന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർക്ക് രാമൻ നേരിട്ട അതേ അപവാദത്തിന്റെ ചെറിയ തോതിലുള്ള ഒരുപക്ഷെ രാമൻ നേരിട്ടതിനേക്കാൾ ഭീകരമായ, ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നത്. ഈ അവസ്ഥയിൽ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ തൻ്റെ ഭാര്യയ്ക്കുമേൽ സമാനത തോന്നിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടപ്പോൾ ഭാര്യയെ എന്തു ചെയ്തു എന്നതും, ഇവിടെ നമ്മുടെ രാമന്റെ അനുയായികളെന്ന് അവകാശപ്പെട്ട് രാമന്റെ പേരിൽ ആക്രോശം നടത്തുന്നവർ തങ്ങൾക്കെതിരെ ഉയർന്ന ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനമാനങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ശ്രീരാമൻ തന്റെ ഭാര്യയെക്കുറിച്ച് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു അപവാദത്തെക്കുറിച്ച് നാട്ടിലൊരാൾ സംസാരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്റെ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കുകയുണ്ടായി, വനത്തിൽ ഉപേക്ഷിക്കാൻ, നിറഗർഭിണിയായ ഭാര്യയെ. അതേസമയത്ത് ഇവിടെ നമ്മുടെ ഭരണാധിപന്മാർ അവരെക്കുറിച്ചുള്ള ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ, അതിന്റെ സത്യമോ മിഥ്യയോ എന്ന് പോലും അന്വേഷിക്കാതെയാണ് രാമൻ അത് ചെയ്തതെങ്കിൽ ഇവിടെയും അതുപോലെ കുറഞ്ഞ പക്ഷം സത്യമോ മിഥ്യയോ എന്ന് തെളിയിക്കട്ടെ. അതല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധികാര കസേരയിൽ നിന്ന് മാറി നിന്ന് യുക്തമായ സത്യസന്ധമായ അന്വേഷണത്തിന് വിധേയമാകട്ടെ. ഒരു രാജഭരണത്തിൽ രാജാവാണ് സർവസ്വവും. ദൈവത്തിന്റെ പോലും സ്ഥാനം രാജാവാണ് അലങ്കരിക്കുന്നത്. അതേസമയത്ത് ജനാധിപത്യത്തിൽ പരിമിതമായ, നിശ്ചിതമായ, കൃത്യമായ കാലഗണനയുള്ള ഒരു അധികാരത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരും മറ്റു ഭരണാധികാരികളും ഉള്ളത്. ഇവർക്ക് രാജ്യത്തെ ഓരോ പൗരന്റെയും സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ഈ സ്ഥാനത്ത് തുടരുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്, നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ അയോധ്യയിലെ ഒരു അലക്കുകാരന്റെ സംശയത്തെ ദൂരീകരിക്കാൻ, അയാൾക്ക് ബോധ്യമുണ്ടാവാൻ, അയാളോടനുബന്ധിച്ച് മറ്റ് പ്രജകൾക്ക് കൂടി ബോധ്യമുണ്ടാകാൻ വേണ്ടി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയെ കാട്ടിൽ ഉപേക്ഷിച്ചതുപോലെ
നമ്മുടെ പ്രധാനമന്ത്രി ഈ ആരോപണത്തിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ ഒഴിയണമെന്നല്ല എന്ന് പലതവണ നമ്മൾ ആവർത്തിക്കുകയുണ്ടായി. പിന്നെ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? അദ്ദേഹം ഒന്നും ചെയ്യേണ്ടതില്ലെന്നാണോ? ഈ അപവാദത്തെ കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നടിച്ച് കണ്ണുമൂടി ഇരുട്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പകരം അദ്ദേഹം ചെയ്യേണ്ടത് സുബ്രഹ്മണ്യം സ്വാമിയെ വിളിച്ച് നിയമ നടപടികൾക്ക് വിധേയമാക്കുകയല്ല, സുബ്രഹ്മണ്യം സ്വാമി ഉന്നയിച്ച ദുരാരോപണത്തിന് മറുപടി പറയുകയുമല്ല വേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചെങ്കോലും കിരീടവും അദ്ദേഹം കാര്യക്ഷമമായി വിനിയോഗിക്കണം. ഇത്തരം ദുരാരോപണങ്ങൾക്കും ഇത്തരം ദുഷ്ചിന്തകൾക്കും പ്രജകൾക്ക് ഇട കൊടുക്കാതെ, പൗരന്മാർക്ക് ഇടം നൽകാത്ത വിധം ഭരണത്തെ മികച്ചതാക്കണം, മെച്ചപ്പെടുത്തണം. ഇപ്പോൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതും ഏറ്റവും ഗുരുതരമായതും ഈ ലൈംഗികാരോപണമാണെന്നുള്ള അഭിപ്രായം ഏതായാലും നമുക്കില്ല, ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ഇതിനേക്കാൾ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ്, ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഇവിടെ വർഗീയതയും മത ധ്രുവീകരണവും ജാതി ധ്രുവീകരണവും കടുത്ത രീതിയിൽ എത്തിച്ചേർന്നത് എന്നതൊരു വസ്തുതയാണ്. അതിനെതിരെ അദ്ദേഹം പ്രതികരിക്കുക മാത്രമല്ല, പ്രകടനം നടത്തട്ടെ, പ്രകടനം കാഴ്ചവെക്കട്ടെ. മികച്ച രാഷ്ട്രം വർഗീയമായി ധ്രുവീകരിക്കപ്പെടുന്നതിനെതിരെ, രാഷ്ട്രീയത്തിൽ അന്തഛിദ്രങ്ങളും ജാതി മത കലാപങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. ലൈംഗികാരോപണം അവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പറയാം. ഇതേപോലെ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം സ്വജനപക്ഷപാതിയാണെന്നും ചില വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി മാത്രമാണ് അദ്ദേഹം നിലകൊള്ളുന്നതെന്നും രാജ്യത്തിന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അവർക്ക് അനുകൂലമായ രീതിയിലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ദുരാരോപണമായിരിക്കാം. അതിനെതിരെ ദുരാരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടി എന്നോണം, ഉരുളക്കുപ്പേരി എന്നോണം അദ്ദേഹം പ്രതികരിക്കട്ടെ, രാഷ്ട്രീയമായി തന്റെ അധികാര ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട്. അതാണ് മറ്റൊരു പ്രതികരണം. ഇനി മറ്റൊന്ന്, ഇദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, വ്യക്തിപരമായ പല കാര്യങ്ങളെക്കുറിച്ചും ഈ രാജ്യത്ത് പലരും സ്വകാര്യമായും പരസ്യമായും ചർച്ചകളിൽ ഏർപ്പെടുന്നത് കാണാറുണ്ട്. അതിൽ യാതൊരു കഴമ്പുമില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതം അദ്ദേഹത്തിൻ്റെത് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. പ്രധാനമന്ത്രിമാരുടെയോ മറ്റു മന്ത്രിമാരുടെയോ കിടപ്പറകളിലേക്ക് എത്തി നോക്കി പുറത്തേക്ക് അതിനെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് മാന്യമായ ഒരു തൊഴിലല്ല, അതൊരു നല്ല രീതിയുമല്ല. അവർ അവരുടെ കിടപ്പറകളിൽ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കൊള്ളട്ടെ. അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അവർ ഏത് രീതിയിൽ നിർവഹിക്കപ്പെടുന്നു എന്നത് നോക്കിയാണ് അവർക്കുള്ള മാർക്കിടേണ്ടത്, അവരെ നാം വിലയിരുത്തേണ്ടത്. ശ്രീമാൻ മോഡി നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഉത്കണ്ഠ. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ, അദ്ദേഹത്തിന്റെ കിടപ്പറയിൽ, ബാത്റൂമിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഈ രാഷ്ട്രത്തിന്റെ പ്രശ്നമേ അല്ല, രാഷ്ട്രത്തെ പൗരന്മാരുടെ വിഷയമേ അല്ല. അദ്ദേഹം ഓരോ പൗരന്റെയും ഓരോ ചിന്തക്കും മറുപടി കൊടുക്കേണ്ട ബാധ്യതയൊന്നും ഏതായാലും ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു പ്രധാനമന്ത്രിക്കില്ല. പക്ഷേ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനഹിതത്തിനനുസരിച്ച്, ഭരണഘടനക്കനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്വം, മഹത്തായ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിമാർക്കുണ്ട്. അവിടെ അവരുടെ കിടപ്പറ രഹസ്യങ്ങളോ അവരുടെ മറ്റ് സ്വകാര്യ നിമിഷങ്ങളോ വിഷയമാക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മേലിൽ ഇത്തരം ഉന്നത സ്ഥാനീയരായ വ്യക്തികളെക്കുറിച്ച്, അവരുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഗോസിപ്പുകൾ, അപവാദങ്ങൾ, സത്യമാകട്ടെ മിഥ്യയാകട്ടെ കൊണ്ടുവന്ന് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരെ അവഗണിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അത് ജനാധിപത്യത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, വ്യക്തിപരമായ ബലഹീനതകളും ദൗർബല്യങ്ങളും മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരിലും ഉണ്ടാകും. ചിലർ അത് കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടാവും, ചിലർക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല, ചിലർ എത്ര നിയന്ത്രിച്ചാലും ചില സമയത്ത് അത് പുറത്തിയാടിയെന്ന് വരും. ഈ ഒരു കാരണം കൊണ്ട് മനുഷ്യനെ വിലയിരുത്താനോ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളെ, അവൻ ചെയ്ത മറ്റു നല്ല കാര്യങ്ങളെ വിലയിടിച്ച് കാണാനോ നാം ശ്രമിക്കരുത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ച് ഇത്തരം അപവാദങ്ങൾ പറയുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് മാന്യമായ രീതിയല്ല. അതേ സമയത്ത് പ്രധാനമന്ത്രി ചെയ്യേണ്ടത് അതാണ് നാം സൂചിപ്പിച്ചത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റാരോപണങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ജനക്ഷേമത്തെ ബാധിക്കുന്ന അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിനെ മുഖവിലക്കെടുക്കുകയും അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ള അസാധ്യമായിരിക്കെ തന്നെ ചിലരെയെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും തൃപ്തികരമായ രീതിയിലുള്ള പ്രകടനം നടത്താൻ ഉന്നത സ്ഥാനീയർ ബാധ്യസ്ഥരാണ്. രാമായണവും അതിലെ രാമകഥയും അദ്ദേഹത്തിന്റെ ജീവിത സംഭവങ്ങളും ഉത്തര രാമായണത്തിലെ 7-ാം കാണ്ഡത്തിലെ ഈ വസ്തുതയും ഒരു നൈതിക ദാർശനിക പ്രശ്നം മാത്രമാണ് എന്ന് കരുതി അതൊരു വിശ്വാസ പ്രശ്നമാണെന്ന് ഒരു കൂട്ടർക്കും മറ്റു കൂട്ടർക്ക് ദാർശനിക നൈതിക പ്രശ്നമാണെന്ന് വേറൊരു കൂട്ടരും
വിശ്വസിക്കുന്നതിന് പകരം തീർച്ചയായും നമ്മുടെ ആനുകാലിക രാഷ്ട്രീയത്തിൽ അതിൽ രാമകഥയിൽ മഹത്തായ മാതൃകകൾ ഉണ്ടെന്ന് കണ്ടെത്തി അത് രാജനീതിയാക്കി കണക്കിലെടുത്തുകൊണ്ട് രാജ്യനീതിയുടെ നൈതികത നിലനിർത്താൻ വേണ്ടി നമ്മുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരികൾ രാമനെ മാതൃകയാക്കിക്കൊണ്ട് രാഷ്ട്രീയം കൈയാളട്ടെ. അത് നിർമ്മിക്കുന്ന ആ രാമരാജ്യം തീർച്ചയായും എല്ലാവർക്കും ക്ഷേമരാജ്യമായിരിക്കും. അത് ഒരിക്കലും ജയ് ശ്രീറാം എന്ന ദുസ്സഹമായ ആക്രോശമായിരിക്കില്ല. അത് രാമനാമ ജപം, രാമരാമ പാഹിമ എന്ന ജപിക്കുന്നതിൻ്റെ സാന്ത്വനത്തിൻ്റെ സ്വരമായിരിക്കും നൽകുക മനുഷ്യർക്ക്, പ്രജകൾക്ക്, പൗരന്മാർക്ക്. അതേ സമയത്ത് ഇന്നുയരുന്ന ശ്രീരാമ നാമഘോഷം, ആക്രോശം, അത് നമുക്ക് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. നമുക്ക് രാമന്റെ നാമത്തിൽ ശാന്തിയും സമാധാനവും സഹവർത്തിത്വവും ഉണ്ടാവട്ടെ. അതേ സമയത്ത് അതേ നാമം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നേരത്തെ ഈ പറഞ്ഞ എല്ലാ സഹവർത്തിത്വവും നശിപ്പിച്ച് ധ്രുവീകരണവും ആഭ്യന്തര കുഴപ്പവും സൃഷ്ടിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.